ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാലിന്റെ പാടയിൽ നിന്ന് എങ്ങനെ നെയ്യ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. ഹലോ, എല്ലാവർക്കും കാന്തോസ് വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാലിന്റെ പാടയിൽ നിന്ന് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ പാലിന്റെ പാടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച പാലിൻ്റെ പാട ഒന്ന് ലൂസായതിന് ശേഷമാണ് നമുക്കത് ഒരു ചൂടായ പാത്രത്തിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് ഒന്ന് മിക്സാക്കി നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമുക്കൊരു ചൂടായ പാത്രത്തിലേക്ക് നമ്മളത് ഇടാൻ പോവാണ് കേട്ടോ. പാലിൻ്റെ പാടൊരുക്കി നെയ്യാക്കാനായിട്ട് എപ്പോഴും ഒരു കട്ടി കൂടിയ പാത്രം വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മളിവിടെ ഒരു കട്ടി കുറഞ്ഞ പാത്രമാണ് ഇപ്പം നമ്മളിവിടെ എടുത്തിരിക്കണത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കത് കട്ടി കുറഞ്ഞ പാത്രത്തിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. പിന്നെ നമ്മുടെ ആ പാത്രത്തിലെ പാലിൻ്റെ പാട നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ. ഒന്നും കളയാനില്ല. ആ പാത്രത്തിലുള്ളത് ഫുള്ളായിട്ട് നമുക്ക് വടിച്ചെടുക്കാം. കാരണം നമുക്ക് അത് ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് നല്ല നെയ്യാണ് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാൻ പോണത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്നും കളയാനില്ല, എല്ലാനും നമുക്ക് എടുക്കാം. പിന്നെ പാത്രം എന്ന് പറയുമ്പോൾ ആർക്കും ഡൗട്ട് വേണ്ട. എൻ്റെ വീടിൻ്റെ അവിടെ ചീനച്ചട്ടി എന്നൊക്കെ പറയുന്ന ഒരു പാത്രമാണ് നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പാലിൻ്റെ പാട പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ പാലിൻ്റെ പാട ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലെങ്കിൽ പാലിൻ്റെ പാട പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ മറ്റുള്ള വർത്തമാനത്തിനൊന്നും പോകാൻ നിൽക്കരുത്. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം നല്ലോണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് പാലിൻ്റെ പാട ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സൈഡിലൊക്കെ പാത്രം ചൂടായി വരുംതോറും അത് വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറയും തോറും ഇത് പാലിൻ്റെ പാട കുറഞ്ഞ് നെയ്യുടെ ആ ഒരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സൈഡിലൊക്കെ നല്ലോണം പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ നല്ലോണം എടുക്കുക. അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാൻ പറയുന്നത് കേട്ടോ. പിന്നെ പാലിൻ്റെ പാട നമ്മൾ എടുത്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാല് തിളച്ച് വന്നതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് പാല് തിളപ്പിച്ചെടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് പാലിൻ്റെ പാട കുറച്ച് നല്ല കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് കൂടെ പാല് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാൻ പറയുന്നത്. അതിന് ശേഷം പാല് ചൂടാറിയതിന് ശേഷം നമ്മളത് ഒരു ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇപ്പം നമ്മൾ എടുത്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വൈകുന്നേരം ആണ് പാല് ചൂടാക്കി എടുത്ത് വയ്ക്കണമെന്ന് വെച്ചാൽ, രാവിലെ എടുക്കുമ്പോൾ നമുക്ക് പാലിൻ്റെ പാട മുകളിൽ ഇങ്ങനെ നല്ല രീതിയിൽ വന്നിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പാലിൻ്റെ പാട മാത്രമായിട്ട് എടുത്ത് മാറ്റിയിട്ട് അത് ഒരു എയർ കടക്കാത്ത ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക. അതിനുശേഷം അത് ഫ്രീസറിൽ കയറ്റി വയ്ക്കുക. ഫ്രീസറിൽ തന്നെ കയറ്റി വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന പാല് 1/2 ലിറ്റർ പാലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തെ പാലിൻ്റെ പാട എടുത്ത് വെച്ചാലാണ് നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ. ഒരു 200 ഗ്രാം നെയ്യെങ്കിലൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ പാട കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ തന്നെ കയറ്റി വയ്ക്കാം. പിന്നെ നമ്മളിവിടെ കട്ടി കുറഞ്ഞ പാത്രം എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ, 1-2 പേര് പറയുന്നത് നമ്മൾ കണ്ടായിരുന്നു. കട്ടി കുറഞ്ഞ പാത്രത്തിൽ ചെയ്താൽ നമുക്ക് ആ നെയ്യുടെ നല്ല ക്വാളിറ്റി നെയ്യ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടുമോ, അതായത് കട്ടി കുറഞ്ഞ പാത്രത്തിൽ ചെയ്താൽ നല്ല നെയ്യ് കിട്ടുമോ, ക്വാളിറ്റി നെയ്യ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളൊരു കട്ടി കുറഞ്ഞ പാത്രം എടുത്ത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ദിവസം 1/2 ലിറ്റർ പാലാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കട്ടിയുള്ള പാത്രം എടുത്ത് ചെയ്താൽ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തിളച്ച് പൊന്തി വരുമ്പോൾ ചിലപ്പോൾ ഇത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നിങ്ങളിതിപ്പോൾ ഇവിടെ കാണുന്നുണ്ടാവും, നമ്മൾ
ഇട്ട പാലിൻ്റെ പാടയേക്കാളും അത് പൊന്തി ഇങ്ങനെ തിളയ്ക്കുമ്പോൾ പൊന്തി വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ഒന്നില്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ പാത്രം എടുത്ത് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൽ ഇളക്കുന്നതിൽ ഒട്ടും കുറവ് വരുത്തരുത്. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടോ തിളച്ച് പൊന്തി വരുമ്പോൾ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത് കണ്ടോ, അത് ചിലപ്പോൾ അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ചിലപ്പോൾ നെയ്യുടെ ഇതൊക്കെ ചിലപ്പോൾ മാറ്റം പറയും. ഇപ്പോൾ അത് പാലിൻ്റെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. അതായത് പാലിൻ്റെ തിളച്ച് വരുമ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി അതിന് ശേഷം ദേ കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ നല്ല നെയ്യുടെ സ്മെല്ലൊക്കെ കുറേശ്ശെ നല്ല രീതിയിൽ നല്ല സ്മെല്ല് തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ മൊത്തം നല്ല നെയ്യുടെ സ്മെല്ലായിരിക്കും. നല്ല അപ്പോൾ ഇത് വീട്ടിൽ പാല് വാങ്ങിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല നെയ്യ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും നല്ല നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇത്രയും വില കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് നെയ്യ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് ഇത് പാലിൻ്റെ പാടയിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാം എന്ന് അറിയാത്തവർക്ക് ഇത് ഒന്നുകൂടെ കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറയുന്നത്. ഇത് അറിയാവുന്നവർക്ക് ചിലപ്പോൾ ഇത് കുറച്ച് ബോറായിട്ട് തോന്നാം. കാരണം കുറച്ച് നമ്മളിത് വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 17 മിനിറ്റോളം ഉണ്ട്. അപ്പോൾ അറിയാവുന്നവർ ഈ വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ വീഡിയോ മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇപ്പോൾ കുറച്ചും കൂടെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം കൂടെ ഇതിങ്ങനെ തന്നെ തുടരണം. ഇപ്പോൾ നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ആ നെയ്യുടെ കളറൊക്കെ നല്ല യെല്ലോ കളറിൽ പൊന്തി വന്ന് നെയ്യൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നല്ല രീതിയിൽ കട്ടിയായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആ ഒരു കളറിലേക്ക് ഇത് വരണം. ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു ചെറിയ തരു പൊടി പോലെ ഈ കിടക്കുന്ന വൈറ്റ് പാല് ഇതൊക്കെ തരു പോലെ വന്ന് ആവണം. എന്നാലാണ് നമ്മൾക്ക് ആ കറക്റ്റ് ആ നെയ്യുടെ ഇത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കുന്നതിൽ ആരും ഒട്ടും കുറവ് തന്നെ വരുത്തരുതാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബിൽ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് കുറേ ആൾക്കാർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ പലരും ചെയ്യുന്നത് പാലിൻ്റെ പാട എടുത്തിട്ട് അത് എന്താ പറയുക മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അത് മറ്റേ വെണ്ണയാക്കി എടുത്തിട്ട് ആ വെണ്ണ ഉരുക്കിയാണ് പലരും നെയ്യ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇളക്കുന്ന ഇത് കുറച്ച് സമയം മതി അങ്ങനെ നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷേ നമ്മളിതിങ്ങനെ ചെയ്യുന്നത് അതും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പാലിൻ്റെ പാട ഡയറക്റ്റ് പാത്രത്തിലിട്ട് ചൂടാക്കി നമ്മൾ നെയ്യാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെണ്ണയാക്കുന്ന പ്രോസസ്സിങ് അറിയാത്തവർക്ക് അത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നല്ലോണം ഇവിടെ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രമൊക്കെ പിടിക്കുന്ന പ്ലക്കർ പോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പാത്രം പിടിച്ചിട്ട് ഇളക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇളക്കുമ്പോൾ ചിലപ്പോൾ ഇളക്കിൻ്റെ ചിലപ്പോൾ തട്ടി മറിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. അതൊന്നും കളയണ്ട. കാരണം നല്ല നെയ്യാണ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടുന്നത്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ ഒന്നും കൂടെ എടുത്ത് പറയണത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അറിയാത്തവർക്ക്
ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, കുറച്ചും കൂടെ കട്ടിയായിട്ട് അതാണ്ട ഒരു എന്താ പറയുക ഇങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല നെയ്യൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ടി കുറഞ്ഞ പാത്രം എടുത്താലും നമുക്ക് ചെയ്ത് കിട്ടും എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. നല്ല നെയ്യാണ്. ഇനി നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഇങ്ങനെ ഒരു തെരു ആയി വന്നാൽ നമുക്ക് ലോ ഫ്ലെയിമിലിടാം. കാരണം വെച്ചാൽ തീ കൂടിയാലും ഇതിൻ്റെ വേവ് കൂടിയാലും നമുക്ക് വിചാരിച്ച ആ ഒരു ക്വാളിറ്റി ആ സ്മെല്ലൊന്നും കിട്ടില്ല. കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും വരെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ക്വാളിറ്റി നല്ല ഒരു നെയ്യുടെ ഇത് ചിലപ്പോൾ ഫ്ലേവറോ അതൊന്നും കിട്ടിയെന്ന് വരില്ല. എന്നാൽ കറക്റ്റ് വേവിലെടുത്താലാണ് നമുക്കത് കിട്ടുള്ളൂ. പിന്നെ നമ്മളിത് വീട്ടിൽ തന്നെ ചെയ്യുന്നത് കൊണ്ട് നല്ല നെയ്യ് ആയതുകൊണ്ട് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള, അതായത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് രാവിലെ ഭക്ഷണത്തിൻ്റെ കൂടെ ദോശയ്ക്കോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ആയിട്ട് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പാലിന് കൊടുക്കുന്ന പൈസ നമുക്ക് ഒരു കുറച്ച് പൈസ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ യെല്ലോ ഷെയ്ഡൊക്കെ കുറച്ച് പോയിട്ട് ആ ഒരു ബ്രൗണായിട്ട് ചെറിയൊരു ബ്രൗൺ ആ ഒരു ഇതിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ഇളക്കിയില്ലെങ്കിൽ ഇനി അടിയിൽ പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇളക്കുന്നതിൽ ആരും ഒട്ടും കുറവ് വരുത്തരുത് കേട്ടോ. നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും, നെയ്യൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ നെയ്യ് നല്ല രീതിയിൽ ഒക്കെ ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ചൂടാക്കി എടുക്കാം. അതായത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല വേവ്. അപ്പോൾ അത് നമ്മളൊന്ന് ഓഫ് ചെയ്ത് അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്തു നോക്കാം. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ബ്രൗൺ, ആ ഒരു ലൈറ്റ് ബ്രൗൺ ആ ഒരു ഷെയ്ഡിൽ നമ്മൾ അതിന് മുമ്പേ നമ്മൾ തീ ഓഫ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ പാത്രം ചൂടായിരിക്കുന്നത് കൊണ്ട് കുറച്ച് മുന്നേ
തീ ഓഫ് ചെയ്താൽ ആ ചൂടിൽ ഒന്നും കൂടെ റെഡിയായി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ നിൽക്കരുത്, അതിന് മുമ്പായിട്ട് തീ ഓഫ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇതിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് നേരം അതങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ ഇത് കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ ആ ചൂടാറിയതിന് ശേഷം അതെടുത്തൊന്ന് നോക്കിയാൽ ഇങ്ങനെ തെരി ഇങ്ങനെ പൊടി പോലെ പോവും. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം, നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് സൈഡിലേക്ക് കോരി വെച്ചിട്ട് ഒന്ന് നെയ്യ് മാത്രം വന്നതിന് ശേഷം നമുക്കതൊരു ഡപ്പയിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിപ്പോൾ അതൊരു ഡപ്പയിലേക്ക് എടുത്ത് മാറ്റാണ്. ഇപ്പോൾ നമ്മളതിന് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു നെയ്യുടെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചില്ലിൻ്റെ കുപ്പിയായിരിക്കും ഏറ്റവും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ വീട്ടിലൊക്കെ കുറേ നാൾ നമുക്ക് വേണമെങ്കിൽ ഇത് സൂക്ഷിക്കാം, ചീത്തയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചില്ലിൻ്റെ ഒരു ചെറിയ കുപ്പി ഉണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കിത് എന്തോരം നെയ്യ് നമുക്ക് ഇതിൽ നിന്ന് ഒരു മാസത്തെ നമ്മുടെ 1/2 ലിറ്റർ വെച്ച് വാങ്ങിക്കുന്ന പാലിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ ആ ഡപ്പ എന്ന് പറയുന്നത് ഒരു 200 ml ഡപ്പയാണ്. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതിലും ചട്ടി ചൂട് ഉള്ളത് കൊണ്ട് കുറച്ച് വേവ് കൂടിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ആ നേരത്തെ കണ്ട കളറിൽ നിന്ന് കുറച്ചും കൂടെ ഡാർക്കായിട്ട് എന്താ പറയുക, പാലിൻ്റെ അത് സംഭവം വന്ന് കിടക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ നെയ്യ് മാത്രം സാവധാനം നമ്മളത് എടുത്തത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ പാല് വാങ്ങിക്കുന്ന എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. ഇതാ ഇപ്പം നമുക്ക് എന്താ പറയുക, ഒരു 200 ml തന്നെ ഏകദേശം നമുക്കൊരു കുറച്ച് കുറവുള്ളൂ, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.